ഗോപാലകൃഷ്ണൻ പത്മനാഭൻ 1992 എന്നോടിഷ്ടം കൂടുമോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്ത് അഭിനയ രംഗത്തേക്ക് തുടക്കം കുറിച്ച ജനപ്രിയ നായകൻ ദിലീപ്. പ്രത്യേകം ആമുഖം വേണ്ട താരത്തിനെ പരിചയപ്പെടുത്താൻ. ഒരു കാലത്ത് മലയാള സിനിമാ പ്രേമികളെ കുടുകുടാ ചിരിപ്പിച്ച താരത്തിന് ഇപ്പോൾ പരാജയ നാളുകളാണോ എന്നാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ദിലീപ് ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നത്? വിവാദങ്ങൾ ദിലീപ് എന്ന നായകന്റെ അഭിനയ ജീവിതത്തെയും ബാധിച്ചു. മിമിക്രിയിലൂടെ വിദ്യാർത്ഥിയായിരിക്കെയാണ് ദിലീപ് കലാരംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് കേരളത്തിലെ ആദ്യത്തെ സംഘടിത മിമിക്രി ഗ്രൂപ്പായ കലാഭവനിലും ശ്രദ്ധേയമായ മിമിക്രികൾ ചെയ്ത് താരം തിളങ്ങുകയും ചെയ്തു. നമുക്കറിയാം, കലാഭവൻ അഭിനയമോഹികളുടെ ഒരു ഗ്രൂമിംഗ് സെന്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി അഭിനേതാക്കളെയും സംവിധായകരെയും മലയാള സിനിമയ്ക്ക് കലാഭവൻ സംഭാവനയും ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് ദിലീപും. സിനിമയിലെത്തിയതോടെയാണ് ഗോപാലകൃഷ്ണൻ എന്ന പേര് ദിലീപായത്. സൈന്യം, മാനത്തെ കൊട്ടാരം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, തിരുമനസ, വൃദ്ധന്മാർ സൂക്ഷിക്കുക, ഏഴരക്കൂട്ടം, സാഗരം സാക്ഷി തുടങ്ങിയ സിനിമകളിലൂടെ ചെറിയ വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ കയ്യടി നേടി താരം. തുടർന്ന് കുറെ സിനിമകളിലും പ്രമുഖ സ്റ്റേജ് ഷോകളിലും ദിലീപ് നിറഞ്ഞു നിന്നു. പിന്നീട് 1996 വിനയം സംവിധാനം ചെയ്ത കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി നായകനായി എത്തിയത്. പിന്നീട് സല്ലാപം, ഏഴരക്കൂട്ടം, മാനത്തെ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലൂടെ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി. മാത്രമല്ല, നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും താരം സിനിമാ ലോകത്ത് തന്നെ സൗഹൃദങ്ങൾക്കും കരുതലിനും മാത്രമല്ല സാധാരണക്കാരുടെ വിഷമങ്ങൾ മാറ്റാനും എന്നും മനസ്സ് കാണിച്ചിരുന്നു. അതായത്, നാം ചൊല്ലുകൾ പറയുന്നത് പോലെയാണ് താരത്തിന്റെ ഗ്രാഫും. 0-ൽ നിന്നാണ് തുടങ്ങിയത്. അതായത് സീറോയിൽ നിന്ന് ഹീറോയിലേക്ക്. പിന്നെ ഓരോ ചുവടും കൃത്യമായി വെച്ച് മുന്നേറുന്നതാണ് കണ്ടത്. 150-ന് മുകളിൽ സിനിമകളിൽ പകുതിയിലധികം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. അങ്ങനെയാണ് ദിലീപ് നായകൻ എന്ന പേരിൽ നിന്ന് ജനപ്രിയ നായകൻ എന്ന തരത്തിൽ കരിയർ ഗ്രാഫ് മാറ്റിയത്. കുടുംബത്തെ നയിക്കാൻ ചെറിയ പൈസയ്ക്ക് മിമിക്രി പരിപാടികളും ചാനൽ പരിപാടികളും സ്കിറ്റുകളും ചെയ്ത് നടന്ന താരം പിന്നീട് സിനിമ എന്ന തന്റെ സ്വപ്നത്തിന്റെ പ്രധാന ഭാഗമായി മാറി. ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായി വഴിവെട്ടി വന്ന നടനാണ് ദിലീപ്. അഭിനയത്തിനു പുറമെ സിനിമയിൽ സഹസംവിധായകനായും പ്രവർത്തിച്ചു. മോഹൻലാൽ അഭിനയിച്ച വിഷ്ണു ലോകത്തിൽ ലാസ്റ്റ് അസിസ്റ്റന്റായി ദിലീപ് എത്തിയിരുന്നു. ഇതിനിടയിൽ കോമഡി പടങ്ങളിൽ നിന്ന് കഥാകാതലുള്ള സിനിമകളിലേക്കും താരം ചവിട്ടിക്കയറി. തെങ്കാശിപ്പട്ടണം, കല്യാണരാമൻ, പഞ്ചാബി ഹൗസ്, മീശമാധവൻ, കൊച്ചി രാജാവ്, തിളക്കം തുടങ്ങി തുടർച്ചയായ ഹിറ്റുകൾ. അതായത്, അന്ന് അത്തരത്തിൽ മലയാളികൾ സിനിമയിൽ മറ്റൊരു താരത്തിനും ഇതുപോലെ ഒരു കരിയർഗ്രാഫ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. പരാജയത്തിന്റെ രുചി അറിയാത്ത താരമായി ദിലീപ് അന്ന് വളർന്നു. ലയൺ എന്ന സിനിമ ദിലീപിന് ലോട്ടറിയായിരുന്നു. വലിയ വിപണന വിജയം നേടിയ ചിത്രം താരത്തിന്റെ വളർച്ചയെയും സ്വാധീനിച്ചു. പിന്നീട് ചലച്ചിത്ര നിർമ്മാണത്തിൽ നിന്ന് സിനിമാ വിതരണത്തിലേക്കും തിയേറ്റർ ഉടമ എന്ന റോളിലേക്കും ദിലീപിനെ എത്തിച്ചു. താരസംഘടനയായ അമ്മയുടെ ആദ്യ ചിത്രമായ 2020 നിർമ്മിച്ചതും ദിലീപിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആയിരുന്നു. അങ്ങനെ മലയാള സിനിമയിലെ കീടം വെക്കാത്ത രാജാവായി താരം മാറുകയാണ് ചെയ്തത്. അങ്ങനെയിരിക്കെയാണ് നടി ആക്രമിക്കപ്പെടുന്നതും അത് ദിലീപിന്റെ റേപ്പ് കൊട്ടേഷൻ ആണെന്ന ആരോപണം ഉയർന്നതും. അതുവരെ കെട്ടിപ്പൊക്കിയ ജനപ്രിയ നായകന്റെ പ്രതിച്ഛായ ചില്ലുപാത്രം പോലെ ഉടഞ്ഞു വീഴുന്നതാണ് പിന്നീട് കണ്ടത്. 3 മാസത്തോളം ആലുവ ജയിലിൽ ദിലീപ് റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞു. പിന്നീട് ദിലീപ് പുറത്തിറങ്ങിയതിനു ശേഷം സിനിമാ മേഖലയിൽ സജീവമാകുകയും ചെയ്തു. ഇതിനിടയിൽ 2014 16 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം ദിലീപ് നിയമപരമായി വേർപെടുത്തി. പിന്നീട് 2016 നവംബർ 25-ന് കാവ്യ മാധവനെ വിവാഹം ചെയ്തു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് സിനിമയുടെ വിജയം ആസ്വദിക്കാൻ ദിലീപിന് സാധിച്ചില്ല എന്ന് വേണം പറയാൻ. എന്നാലും രാമലീല, തങ്കമണി, കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ സിനിമകൾ ദിലീപിന്റെ തിരിച്ചുവരവിനെ സഹായിച്ചവയാണ്. ഇതിനിടയിൽ സിനിമകളിലെ വീഴ്ചകളും സംഭവിച്ചു. സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിലെ പോരായ്മ തന്നെയായിരുന്നു പ്രധാനപ്പെട്ടത്. പക്ഷേ വിവാദങ്ങളിലും വീഴ്ചകളിലും ദിലീപ് എന്ന നടന്റെ അഭിനയശേഷിയിലോ ജനപ്രീതിയിലോ കോട്ടം സംഭവിച്ചുവെന്ന് പറയുന്നത് ശരിയല്ല. കാലത്തിന് ചേർന്ന നല്ല കഥയും കഥാപാത്രങ്ങളും സിനിമ വന്നാലും തീർച്ചയായും ദിലീപ് എന്ന നടനെ പ്രേക്ഷകർ സ്വീകരിക്കുക തന്നെ ചെയ്യും. പുതിയ സിനിമകൾ അദ്ദേഹത്തിന്റെ കരിയറിൽ പുതിയ വഴിത്തിരിവുകൾക്ക് കാരണമായേക്കുമെന്നും പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.